കേണൽ എസ് ഡെന്നി പ്രതികരിക്കാം. ഒട്ടും ആർജവുമില്ല ശ്രീ നരേന്ദ്രമോദിക്ക്, ട്രംപിനെ വരട്ടിയില്ല. രാഷ്ട്ര തലവന്മാർ തമ്മിൽ സംസാരിക്കുമ്പം നമ്മുടെ കേരളത്തിലെ നിയമസഭയിൽ നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതല്ല, നിങ്ങൾ ഇത് പറയുന്നതല്ല അവർ സംസാരിക്കുന്നത്. ഡിപ്ലോമസി എന്ന് പറഞ്ഞ ഒരു ടോട്ടലി ഡിഫറെന്റ് ബോൾ ഗെയിമാണ്. ആ ഡിപ്ലോമസിയിൽ നമ്മുടെ താല്പര്യങ്ങൾ എങ്ങനെ സംരക്ഷിക്കുക. ഞാനിപ്പം വിളിച്ചു പറയാണ് ഡൊണാൾഡ് ട്രംപ്, നിങ്ങൾ ഇപ്പൊ പ്രധാനമന്ത്രി മോദി വിളിച്ചു പറയാണ് നിങ്ങൾ ചെയ്ത് ശരിയല്ല, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു പറഞ്ഞാൽ അതുകൊണ്ട് നമ്മുടെ നാടിന് നഷ്ടം ഉണ്ടാവുകയാണെങ്കിൽ അപ്പം ഇത് പറഞ്ഞില്ല എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലോർ ഓഫ് ദി ഹൗസിൽ അദ്ദേഹം ക്ലിയർ ആയിട്ട് പറഞ്ഞു, ഈ യുദ്ധം നിർത്താൻ വേണ്ടി എന്റെ അടുത്ത് ഒരു രാഷ്ട്ര തലവന്മാരും സംസാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അതിനർത്ഥം എന്താണ്? ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള ഒരു രാജ്യത്തിലെ തലവന്മാരും സംസാരിച്ചിട്ടില്ല. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കുന്ന ഇതൊരു എന്താ പറയുക, നമ്മുടെ രാഷ്ട്ര താല്പര്യങ്ങളെ ഏതൊക്കെ രീതിയിൽ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ എന്തുകൊണ്ടാണ് ഇന്നലെയും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു, അതായത് നരേന്ദ്രമോദിയുടെ ഈ നെഗോഷിയേറ്റിംഗ് ടാക്ടിക്സ് കാരണം, അദ്ദേഹത്തിന്റെ സമ്മർദ്ദം കാരണം അമേരിക്കക്ക് പല രീതിയിലുള്ള ഡിസഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. അതിനെയാണ് ഞങ്ങൾ തിരിച്ചു പിടിക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും അന്ന് നിങ്ങൾ ക്രെഡിറ്റ് തന്നോ? ഇല്ലല്ലോ, തന്നില്ലല്ലോ. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ചെയ്ത സ്ട്രാറ്റജി, നമ്മുടെ സ്ട്രാറ്റജിയിൽ അത് ഒരു കാലകാലങ്ങളിൽ വന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മൾ ടാരിഫ് കൂട്ടി തന്നെ എഴുതുന്നത് പല കാരണങ്ങളും ഉണ്ട്, അതിന് ഇന്റേണൽ ആയിട്ടുള്ള പല കാരണങ്ങളും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പ്രൈം മിനിസ്റ്റർ മോദി വിരല് ചൂണ്ടി ഡൊണാൾഡ് ട്രംപിന്റെ പേരെടുത്ത് അദ്ദേഹത്തിന് അധിക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞാൽ മാത്രമേ ആർജവം വരൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എനിക്ക് യോജിക്കാൻ സാധിക്കില്ല. അത് മെച്യൂർ ആയിട്ടുള്ള ഒരു രാജ്യം, മെച്യൂർ ആയിട്ടുള്ള ഒരു നേതാവ് ചെയ്യുന്ന രീതിയല്ല. നമ്മൾ ഇന്ന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള നേതാവാണ്, നമ്മളെ രാജ്യമാണ്, അതിന് സ്ട്രോങ് ആയിട്ടുള്ള നേതാവാണ്. അതുകൊണ്ടാണ് ജയശങ്കർ, നമ്മുടെ ഫോറിൻ മിനിസ്റ്റർ, പറഞ്ഞത് ഇന്ന് ഭാരതം തീരുമാനിക്കും ഭാരതം ആരെന്ന് ഓയിൽ വാങ്ങിക്കണമെന്ന്. ഭാരതത്തിന് എവിടെ കുറച്ച വില കിട്ടും അത് അവിടെ പോകും. നമ്മൾ റഷ്യയിൽ നിന്ന് ഈ ക്രൂഡ് ഓയിൽ വാങ്ങിക്കുന്ന സമയത്ത് ഇതേ കോൺഗ്രസ് പറഞ്ഞിരുന്നു തെറ്റാണ്, നിങ്ങളെ മോറൽ വാല്യൂസ് അവിടെ പോയി. അവിടെ റഷ്യയും യുക്രൈനും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ റഷ്യയുടെ യുക്രൈനെ ഏകപക്ഷീയമായി അറ്റാക്ക് ചെയ്യുമ്പോൾ എന്തിനാണ് അവിടുന്ന് വാങ്ങിച്ചതെന്ന് കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിലെ ഡോക്ടർ ശശി തരൂർ അന്ന് ക്രിട്ടിസൈസ് ചെയ്തിരുന്നു, ഈ ഗവൺമെന്റ് ചെയ്യുന്ന കാര്യം ശരിയല്ല, ഇത് ഇങ്ങനത്തെ ബിസിനസ്സിൽ പോകരുതെന്ന്. അതേ ഡോക്ടർ ശശി തരൂർ പിന്നീട് തിരുത്തി. കാരണം എന്താണ്? നമ്മുടെ രാജ്യത്തിന് ധാരാളം ഈ ഒരു ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാനും നമുക്ക് അവിടുന്ന് കുറഞ്ഞ വിലയിൽ ക്രൂഡ് ഓയിൽ കിട്ടുന്നുണ്ട്, അത് നമ്മുടെ രാഷ്ട്ര താല്പര്യത്തിന് നല്ലതാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹം തിരിച്ചു പറഞ്ഞു, ഐ ഹാവ് എഗ് ഓൺ മൈ ഫേസ്, എന്റെ മുഖത്ത് എന്താ ചീമുട്ട രീതിയിലുണ്ട്, കാരണം ഞാൻ ആദ്യം പറഞ്ഞ തെറ്റാണെന്ന്. അപ്പം കോൺഗ്രസ് ആദ്യം പറയുന്ന കാര്യമല്ല കോൺഗ്രസ് പിന്നീട് പറയുന്നത്. അതുകൊണ്ട് കോൺഗ്രസ് സംബന്ധിച്ചോളം അവരുടെ രാഷ്ട്രീയ താല്പര്യം മാത്രമാണ്, അതല്ലാതെ രാഷ്ട്ര താല്പര്യം അല്ല. പ്രൈം മിനിസ്റ്റർ മോദി നോക്കുന്നത് രാഷ്ട്ര താല്പര്യം മാത്രമാണ്, രാഷ്ട്രീയം നോക്കിയിട്ടല്ല. രാഷ്ട്രീയം നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു പല ഡിസിഷൻസും എടുക്കാൻ പറ്റത്തില്ല. ഇതിനകത്ത് രാഷ്ട്രീയപരമായിട്ടൊക്കെ വലിയ റിസ്ക് ഉള്ള ഒരു ഡിസിഷൻ ആണ് അദ്ദേഹം എടുക്കുന്നത്. പക്ഷെ അദ്ദേഹം ഒരു ലോങ് ടേം ആയിട്ട് രാഷ്ട്രത്തിനെ മുൻനിർത്തിക്കൊണ്ട് മാത്രമാണ് ഈ ഡിസിഷൻസ് എടുക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ജനങ്ങളുടെ സപ്പോർട്ടും കിട്ടുന്നത്. ഒറ്റ കാര്യം, ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ 140 കോടി ജനങ്ങളെ പ്രതിനിധീകരിക്കേണ്ട അല്ലെങ്കിൽ നേതൃത്വം കൊടുക്കേണ്ട നരേന്ദ്രമോദി ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിൽ പോലും ചോദ്യം ചെയ്യുമ്പോൾ, നിരന്തരമായി അമേരിക്കൻ പ്രസിഡന്റ് പൊതുമധ്യത്തിൽ വെച്ച് പറയുമ്പോൾ അത് പറയുന്നത് ശരിയല്ല എന്ന് പരസ്യമായി പറയാൻ എന്തേ നരേന്ദ്രമോദിക്ക് ഇത്ര പേടി? എഫ്സ്റ്റീൻ ഫയലിൽ കേരളത്തിലെ ഇന്ത്യ ഒരു BJP നേതാവ് ഉണ്ടായതുകൊണ്ടാണോ, അല്ലെങ്കിൽ അതുപോലെ ഉണ്ടായതുകൊണ്ടാണോ? ഞാൻ ഒറ്റ സെക്കൻഡ് എടുത്തരാം. നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ നോക്കുക, ഡൊണാൾഡ് ട്രംപ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ സ്വന്തം രാജ്യത്ത് ഇന്ന് അദ്ദേഹം എടുത്ത തീരുമാനങ്ങൾ തെറ്റാന്ന് പറഞ്ഞ ഒരു സുപ്രീം കോടതി ഉണ്ട്. ആ സുപ്രീം കോടതി ജഡ്ജ് വരെ ഇനി മാറ്റുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒരു ഡീൽ ചെയ്യുന്ന ഒരു ഡിഫറെന്റ് എൻറ്റിറ്റിയാണ്, ഒരു ഡിഫറെന്റ് ആളെയാണ്. അതിന് കറക്റ്റ് ആയിട്ടുള്ള രീതി തന്നെയാണ് ശ്രീ നരേന്ദ്രമോദി ഡീൽ ചെയ്യുന്നത്. അത് ഇന്ന കാരണം കൊണ്ടെന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ പാടില്ല. അതൊരു നിങ്ങൾക്ക് ഒരു നെറേറ്റീവ് സൃഷ്ടിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും തെറ്റായിട്ടുള്ള രീതിയിൽ പറയാം. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇന്ന് ലോകത്തെ ഒരു രാജ്യത്തിലെ തലവനും ഡൊണാൾഡ് ട്രംപിന് ഡീൽ പോലെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഡീൽ പോലെ ഒരൊറ്റ രാഷ്ട്രീയ തലവന്മാരും ഡീൽ ചെയ്തിട്ടില്ല. അതിനകത്ത് യാതൊരു സംശയമില്ല. അതിന്റെ ചെയ്യണം.